ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ സ്ട്രീമർ ലൈഫാണ് ഇന്ന്. ഐ തിങ്ക് 9ാമത്തെ പാർട്ടാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഞാൻ ലൈവ് ഇട്ട് പറഞ്ഞായിരുന്നു എൻ്റെ ഈ PC ഫോർമാറ്റ് ചെയ്ത സമയത്ത് ഗെയിം മൊത്തം പോയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ ഞാൻ അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്തൊരു പുതിയ വീട് വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും വലിയ വീട് വാങ്ങിക്കുന്നില്ല, ഞാൻ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ പോകുക. അതൊരു വെറൈറ്റി സ്ഥലമാണ് ഞാൻ നോക്കിയപ്പോൾ. അപ്പം ഞാൻ അവിടെ പോയിട്ട് വേറെ കണ്ടിന്യൂ ചെയ്യണക്കാട്ടി നല്ലത് ഇവിടെ തന്നെ അങ്ങോട്ട് നേരെ ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ലൈക്ക് ഞാൻ പുതിയ വീട് വാങ്ങിക്കാൻ പോകണം. അത്യാവശ്യം കാശൊക്കെ എൻ്റെ കയ്യിലിപ്പോൾ ഒരു അത് ബില്ലാണ്. ഞാൻ ലോണൊക്കെ എടുത്തായിരുന്നു കേട്ടാ, അടച്ചില്ല എന്നുള്ളൂ, കുറച്ചടച്ച്. പിന്നെ ഫൈവ് വന്ന് വലിയ എമൗണ്ടായി. അപ്പം ഇനി പുതിയ വീട്ടിൽ പോയിട്ട് സ്ട്രീം ചെയ്തിട്ട് അടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാങ്കിൽ എത്ര രൂപ ഉണ്ട്? അത്യാവശ്യം എമൗണ്ട് ഉണ്ട്, കുഴപ്പമില്ലാത്ത എമൗണ്ട് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നെറ്റ് ഭയങ്കര ഷോക്കാണ്. നമ്മളെ വലിയ വീട്ടിൽ നെറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര സീന. ഞാൻ എന്നിട്ട് ലൈവൊക്കെ ഇട്ട് കേട്ടോ. അതിൽ ലൈവൊക്കെ ഇട്ട് അത്യാവശ്യം പഴയ ഒരു ഫോളോവർ കൗണ്ട് ആയിട്ടില്ലെങ്കിലും നമ്മളൊരു 27,000 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള എമൗണ്ട്. 14,700 ഉണ്ട്. ഞാനപ്പോൾ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. മറ്റേ രണ്ട് വീടും ഇതേപോലെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് അതിൻ്റെ ഒരു നിങ്ങൾ കുറേ ആൾക്കാർ കഴിഞ്ഞ വീട്ടിൽ ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ജോബ് നമുക്ക് അടുത്ത വീട്ടിൽ ചെയ്യാം. വേറൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ജോലികളൊക്കെ അതിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് പോകാനും എളുപ്പമാണ് അപ്പാർട്ട്മെൻറ്റിൽ നിന്നാകുമ്പോൾ. സിറ്റിയിൽ നടക്കുകയാണ് അപ്പാർട്ട്മെൻറ്റ് ചേട്ടാ. ഇത് രണ്ടും ഒരേപോലത്തെ വീടാണ്. ഇത് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടായിരുന്ന വീട് ഇതാണ്. ഇതും ഏറെക്കുറെ അതേപോലത്തെ. ഓ ഈ നാറി ഇവിടുന്ന് കയറിയിരുന്നത്. ഇനി പുതിയ സിസ്റ്റമൊക്കെ കൊണ്ടുകൊടുക്കണം. BWCE സിമ്പിളാണല്ലോ. ഓക്കെ. അപ്പോൾ ഇതും ഏറെക്കുറെ അതേപോലത്തെ ഒരു വീടാണ്. ഇത് എവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് സിറ്റി എ വണ്ടർഫുൾ ഹോം ഇൻ ദ മോസ്റ്റ് ലക്ഷറിയസ് സിറ്റീസ്. ഇതും അതന്നെ. ഇതാണ് മിഡിൽ ഓഫ് ദ സിറ്റി. കണ്ടോ, ഇതാണ് മിഡിൽ ഓഫ് സിറ്റി. അപ്പം ഞാൻ ഈ വീട് അങ്ങോട്ട് വാങ്ങിയ ഞങ്ങി. പക്ഷെ കാശ് പോയോ? പൈസ പോയോ? വീട് കിട്ടി എനിക്ക്. പൈസ പോയി. അപ്പോൾ ഇതൊക്കെ ഇനി പറക്കി അവിടെ കൊണ്ടുപോകണം. ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ വീട്. ബിറ്റ്കോയിൻ്റെ മെഷീനൊക്കെ ഞാൻ ഇവിടെയും വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ പഴയ വീട്ടിൽ അത്ര മെഷീൻസ് ഒന്നുമില്ല. പിന്നെ ബിറ്റ്കോയിൻ ഇതിൽ കാശ് കൂടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിറ്റ്കോയിൻ ഭയങ്കര ശോക. ഇത് വാങ്ങിയെന്ന് തോന്നണ. വാങ്ങി. അതല്ലൊരു പച്ച കളർ കുറവ്. അപ്പം ഞാൻ PC നമുക്ക് അവിടെ പോയിട്ട് ഓർഡർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് പറക്കിയെടുത്താലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ PC നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം. പഴയ പോലെ ഞാൻ മണ്ടത്തരം കാണിക്കുന്നില്ല. ടേബിളും വേണ്ടി വരുമല്ലേ? എല്ലാം എടുത്തേക്കാം. PC ഫുള്ളായി. കറി വെക്കാം. എല്ലാം എടുത്ത് വെക്കട്ടെ. നമുക്ക് ഞാൻ ടോയ്ലറ്റ് ഒന്നും ആയിട്ടില്ല ഇതിൽ. അയ്യോ, ടോയ്ലറ്റ് ഞാൻ ഇതുവരെ പോയിട്ടില്ല വാങ്ങിയിട്ട്. അല്ല, ഈ ഗെയിം പോയിന്റ് പക്ഷേ അതുവരെ വാങ്ങിയിട്ടില്ല. കട്ടൽ വേണം. ബാത്ത് ടബ് ഇരിക്കട്ടെ. ഇത് കൊണ്ടുപോവാം. ഇത് നല്ല സാധനമാണ്. വല്ല ഡെക്കറേറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അതൊന്നും വാങ്ങിക്കാൻ കിട്ടാത്ത ഐറ്റംസാണ്. ടേബിള്. ഇനി ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ നമുക്ക് ടാക്സി വിളിച്ചിട്ട് വരാം ഇങ്ങോട്ട്. പറ്റുന്നത്ര നമുക്ക് ബിറ്റ്കോയിൻ്റെ മെഷീൻ എടുക്കാം. ബാക്കി നമുക്ക് ടാക്സി വിളിക്കാം. ബിറ്റ്കോയിൻ മെഷീൻ വർക്കിംഗ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ഇല്ലെങ്കിലും ബിറ്റ്കോയിൻ വർക്കിംഗാണ്. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇത് 6, 12, 18, 24, 25 മെഷീനുള്ളൂ. 25 മെഷീൻ ഉണ്ടല്ലേ? പഴയ വീട്ടിലും 25 തോന്നുന്നു കേട്ടാ. ഇവിടെ അങ്ങനെ തിങ്ങിയിരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലോട്ട് പോവാം. മാർക്ക് ചെയ്യട്ടെ ഞാൻ. പുതിയ വീട് ഏതായിരുന്നു? സിറ്റിയിലല്ലേ? അപ്പോൾ ഇതാവും പുതിയ വീട് കേട്ടോ. ബ്ലൂ വീടാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ബ്ലൂ വീട് മാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയും പോയി. എൻ്റെ പോർഷയും വാങ്ങിയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പുതിയ വാങ്ങിയ വണ്ടിയാണ്. അതടക്കം പോയി. അത് ഈ ഗെയിം മാത്രം എനിക്ക് കിട്ടില്ല. ബാക്കിയുള്ള വീഡിയോസൊക്കെ എനിക്ക് കണ്ടിന്യൂഷൻ കിട്ടിയായിരുന്നു PC ഫോർമാറ്റ് ചെയ്തതിൻ്റെ ശേഷം. പക്ഷേ ഈ ഗെയിം എനിക്ക് കിട്ടില്ല. ഒന്ന് ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും. സ്റ്റാർട്ടിങ് തൊട്ട് ലൈവ് വന്നിരുന്നു. അടിച്ച്. അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഇനി
ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ജോബിന് പോവാം. പിന്നൊരു വീഡിയോയിൽ നമുക്ക് ഡീപ്പ് വെബിൽ കയറണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ജോബ്, ഡീപ്പ് വെബ് മീൻസ് ഡാർക്ക് വെബാണ് കേട്ടോ. ഡീപ്പ് വെബ് VPN ഒക്കെ ഡൗൺലോഡ് ചെയ്യണത്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റവനെ തിരിച്ച് ഹാക്ക് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഈ ഹാക്ക് ചെയ്യുന്ന ലൂക്കാസിനെ തിരിച്ച് നമുക്ക് ഹാക്ക് ചെയ്യാം, അവൻ ഹാക്ക് ചെയ്യുന്ന സമയത്ത്. അറിയില്ല വണ്ടി പറഞ്ഞ സീനാ. ഡ്രിഫ്റ്റ് 300 മീറ്റർ സിറ്റിക്ക് നടക്കാൻ തോന്നുന്നു കേട്ടാ. സിറ്റി എത്തി. അവിടെ പോവില്ലേ? ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ പോകാൻ എളുപ്പമല്ലോ ഇവിടുന്ന്. ഇവന്മാരിത് വണ്ടി കൊടുന്ന് ബ്ലോക്ക് ആക്കി ഇട്ടിട്ടുണ്ട് റോട്ടില്. എന്തിനു കാണിക്കുന്നു ഇവന്മാര്? എടുത്തോണ്ട് പോടാ പിഷ്കു. ഇവിടെ മൊത്തത്തിൽ ബ്ലോക്ക് ഇട്ടിരിക്കുന്നു. ഇവിടെ വഴിയുണ്ട്. ഓക്കെ കറക്റ്റ്. ഇതാണ് നമ്മളെ ബിറ്റ് കോയിൻ്റെ വഴി കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ബിറ്റ് കോയിൻ്റെ ആളിരിക്കുന്നത്. ഇവിടെ ATM ഉണ്ട്. അയ്യോ ഡൗൺ. മോളിലാണ് കേട്ടാ. വഴി എങ്ങനെയാണോ അതിൻ്റെ? ഇതാന്ന് തോന്നുന്നത് നമ്മളെ. ഇവിടെ നമുക്ക് വണ്ടി പാർക്കിലേക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ. മോളിലാണ് കേട്ടാ. അപ്പാർട്ട്മെന്റ് തന്നെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഇല്ല. ഫ്ലോർ ഇതൊക്കെ എന്തൊരു പബ്ലിക് ടോയ്ലറ്റ്. എത്രാമത്തെ നിലയില്ലേ നമ്മളെ വീട്? ഇവിടെ ഏറ്റവും മുകളില്. ഇത് കോണിറങ്ങി മതിയാവുമല്ലോ. എത്തി. കിച്ചൺ. നമുക്ക് പറ്റിയ വീട്ടിലങ്ങനെ കിച്ചൺ എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്തര്? ഇത് ടോയ്ലറ്റ്. ഇവിടെ ടോയ്ലറ്റ് വെക്കാം. ബിറ്റ് കോയിൻ ഇവിടെ വെച്ചാലേ ചെറിയ റൂമിൽ മൊത്തം ബിറ്റ് കോയിൻ. ഇവിടെ ഉണ്ട് ഒരു ചെറിയ റൂം. ഇവിടെ നമുക്ക് ഡെക്കറേറ്റ് ആയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അടുക്കള, ഫ്രിഡ്ജൊക്കെ അവിടെ കൊണ്ടുവെക്കാം. നോക്കിയേ, ഇത് ടോയ്ലറ്റ്. ഇവിടെ അടച്ചിടാൻ പറ്റും കേട്ടാ. നോക്കട്ടെ കേട്ടാ. ഡോർ തുറക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതങ്ങോട്ട് സെറ്റ് ചെയ്യട്ടെ. ഞാൻ ബിറ്റ് കോയിൻ. സ്ഥലം കുറവുണ്ടല്ലോ അവിടെ. ഓക്കെ അപ്പം ഞാനിത് മൊത്തം സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലാ ബിറ്റ് കോയിൻ്റെ മെഷീനും ഒക്കെ ഈ റൂമിലുമാണ് ബിറ്റ് കോയിൻ വെക്കാൻ എനിക്ക് പ്ലാന്. ഓക്കെ, ആ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി സാധനം കൊണ്ടുവരാണ്ട്. അപ്പം ഞാനത് കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അവിടുന്ന് സാള് കൊടുന്ന് ഇവിടെ AC കൊടുന്ന് വെച്ച്, ബെഡ് കൊടുന്ന് ഇവിടെ ഇട്ട്, അടുക്കളയിലൊന്നും വെച്ചിട്ടില്ല. പിന്നെ ബിറ്റ് കോയിൻ റൂം കുറച്ച് ഇത്ര നിറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത്രയും വെച്ചിട്ടും ഇത്ര ആയിട്ടുള്ളൂ. ഇത് ഫുള്ളാക്കണം നമുക്ക്. പിന്നെ ഇവിടെ ഞാൻ കുളിക്കുമ്പോൾ മറ്റേ പുറത്തെ സീൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് വെച്ച് ക്ലോസറ്റ് വാങ്ങി വെക്കാണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇത് അടഞ്ഞിടുന്നോട്ടെ, ചൂടാണത്. കമ്പ്യൂട്ടർ ഇവിടെ ഒന്നുമില്ല. കമ്പ്യൂട്ടർ റൂം തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് ഗെയിം സെറ്റപ്പ് ചെയ്യാനുള്ളതായിട്ടില്ല. അത് വന്നതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. ഫുൾ സാധനങ്ങൾ എടുക്കാനുള്ള കാശായിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ സാധനം വരും. വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഓർഡർ ചെയ്തെന്നുള്ളത്. അന്ന് ഓർഡർ ചെയ്ത ടൈപ്പല്ല. അന്ന് ഓർഡർ മീൻസ് അങ്ങനത്തെ ടോപ്പിൻ്റെ സാധനങ്ങളല്ല, കുറച്ച് ലുക്കുള്ള സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് എവിടെയാണോ വരിക? വന്നു കേട്ടാ. ഇതാണ് കേസ്. അതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കണ കേസ്. ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം.
എന്ത്? ഓ ടേബിൾ ഇത് വേറെ ടേബിളാ. ഇതെങ്ങനെ ഇരിക്കുക? ഓ ഐ തിങ്ക് നമുക്ക് പി സി ഇങ്ങോട്ടാക്കാം കേട്ടാ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ ആക്കണ. ഇത് മാറ്റണം, അതാ പ്രശ്നം. മൗസ് എല്ലാം ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട് തൽക്കാലത്തിന്. ഓ ആ പി സി ഓഫായി ഇവിടെ കൊടുന്ന് വെച്ചേക്ക്. അയ്യോ, അതങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതെന്താ? ഇത് മറ്റേ കാർഡും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്, കൂടിയൊരു സാധനമാണത്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തേക്കാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം. കോർ i7 ഓക്കെ, അത് വെച്ചു. നിങ്ങൾക്ക് കുറച്ച് സ്ട്രീം ചെയ്താലും ഇനി വല്ലതും കിട്ടുള്ളൂ. അയ്യോ, മോണിറ്റർ പ്രശ്നമാണല്ലോ. തൽക്കാലം ഇവിടെ കിടക്കട്ടെ, നിലത്ത് കിടക്കട്ടെ. അല്ല എനിക്ക് ഇതാക്കാൻ പറ്റൂലേ? ഇങ്ങനെയല്ല ഇതിങ്ങോട്ട് വാ. ഇതൊക്കെ പഴയ സാധനങ്ങൾ ഞാൻ തൽക്കാലത്തിന് ഈ റൂമിൽ കിടക്കട്ടെ, നമുക്ക് കൊണ്ടുപോയി വെക്കാം. നീ വാ. ഓ സെറ്റാവും കേട്ടാ. എന്നാ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഊരിയെടുക്കാം, എന്നിട്ട് നമുക്ക് അതിൽ കൊള്ളണ തൽക്കാലത്തേക്കുള്ളത് അതിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി മറിച്ചിട്ടാ പോരെ. എൻ്റെ അകത്തൊന്നുമില്ല. ഇത് മൊത്തം ഇങ്ങോട്ട് എടുക്കട്ടെ, ഇത് വേണ്ടാത്തതാണ്. അയ്യോ, ടേബിള് പോയി. അതും പോയി. പെട്ട് വന്നേനി വെക്കട. ഓക്കെ, അവിടെ ഇരുന്നോ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ കിടന്നോ. കസാലൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, കസാലൊക്കെ നോക്കിയപ്പോൾ ഒടുക്കത്തെ റേറ്റ്. നമുക്ക് ഈ കോർണോട്ട് ഇടാം ടേബിള്. ഇതിങ്ങനെ ഇടാം. പുറത്തൊക്കെ ഇട്ടാണ് ഇരിക്കുന്നതല്ലത്. ഓക്കെ, ഈ വീടിന് എന്തോ ഒരു ചെരിവുണ്ട് കേട്ടോ. ഞാൻ നോക്കിയെടുത്തോളം ഒരു ചെരിവ് കാണുന്നു വീടിന്. എൻ്റെ അടുത്ത് എപ്പോൾ വേണേലും പൊളിഞ്ഞു വീഴാവുന്നതാണ്. ഇനി ഇതുമ്പോൾ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കാം. അത് സെറ്റ്. ഒന്നുമില്ല. എന്നാൽ ഈ ബോർഡൊക്കെ വലിയ വില കൂടിയൊന്നുമല്ല, പക്ഷെ ഞാൻ ലുക്കുള്ളത് നോക്കിയെടുത്ത്. എവിടെ എൻ്റെ ക്യാബിനറ്റ്? ഇതെങ്ങനെ വരണോ? ഓക്കെ, കറക്റ്റാ. തിരിഞ്ഞൊക്കെ ഇരിക്കുന്നു. റാം, SSD, PC ഓണാവുള്ളതാ? ഇല്ലല്ലോ. ഇതിലിഞ്ഞെന്തോ വേണം. PC ഓണാവുന്നില്ല, അതെന്തിര് പൊട്ടുപോയി? ബാക്കിയുള്ളത് കൊടുന്ന് വെച്ചാൽ എപ്പോൾ ഓണാവായിരിക്കും, നോക്കി നോക്കാം. മൗസ് എവിടെ? മറ്റു മൗസേ
ഓക്കെ മൗസ് വെച്ച് കസാല എവിടെ? അവിടെ ഇപ്പോഴും ഇത് റെഡിയില്ലെന്നല്ലേ പറയുന്നത്. CPN എന്തോ പ്രശ്നമുണ്ട്. സോക്കറ്റ് മാറ്റേണ്ടി വരും കേട്ടോ. എനിക്ക് തോന്നുന്നു സോക്കറ്റ് ഇഷ്യൂ എന്ന് തോന്നണം. ഈ സൗണ്ട് എന്തൊരിത്, എന്റെ സൗണ്ട് കുറയില്ലേ? അയ്യോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈശ്വര കാറ്റടിച്ചാൽ മതി. ഇവിടെ നിന്ന് കാറ്റടിച്ചോ നീ റൂമിൽ പാടാണ്ടൊക്കെ. അവിടുത്തെ സൗണ്ട് വന്നല്ലേ. ആ എടാ കുരുത്തങ്ങട്ട് AC ഇങ്ങോട്ട് വന്ന നീ ഇവിടെ ഇരി. ആ ചൂട് കുറവുണ്ട്. എന്നാലും PC ക്ക് എന്താ പ്രശ്നം? കൂളിംഗ് കേജ് എനിക്ക് തോന്നണം മദർ ബോർഡ് പോയിന്ന് തോന്നുന്നു. മദർ ബോർഡ് വേറെ വാങ്ങിക്കേണ്ടി വരും. ഇവിടെ അടുത്തിവിടെ കട ഉള്ളത് ആമസോണിൻ്റെ. നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ സിറ്റി വന്നിട്ട് ഇതുവരെ ഇവിടെ സിറ്റി കണ്ടിട്ടില്ല. ആമസോൺ ഷോപ്പ് ഉണ്ടാവും എന്തായാലും, വീടിൻ്റെ അടുത്ത് എവിടെയും ഉണ്ടാവും. ആമസോൺ ഷോപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷെ കണ്ടുപിടിക്കണം. ആരാടാ വരുന്നത്? എന്തൊരാളിയത്? ഈ വീട്ടിലൊക്കെ ഇടിച്ചേറ്റുന്നു. ഡെലിവറി ബോയ് എന്ന് തോന്നണേ. ആമസോൺ ഇല്ല എൻ്റെ അടുത്തൊന്നും. ആമസോൺ ഷോപ്പ് എവിടെ? ആപ്പ് എടുത്ത് നോക്കട്ടെ. സാമസോർ ഉണ്ടോ? സാമസോർ ആ എൻ്റെ അത് വേറെന്തോ ആണ്. ATM പെറ്റ് ഷോപ്പ് ഡീലർ സാമസോർ. എൻ്റെ അടുത്തുള്ള സാമസോർ ആ അതേ കാണുന്ന ഈ സാമസോർ. ഓടാ അവിടെയാടാ, ഞാൻ പറഞ്ഞില്ലേ അടുത്തുണ്ട് സാമസോർ. എന്തായാലും ആ കാണുന്നു 142 മീറ്റർ അപ്പുറത്ത്. കാർ എടുക്കുന്നതൊക്കെ ചടങ്ങാണ്, അത് ഞാൻ കാർ എടുക്കായിരുന്നു. സൈഡില്ല, ബാക്ക് സൈഡിലായിട്ട് എന്തിനാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കട? ഓ ഇത് കുറച്ചും കൂടി വലിയ സെറ്റപ്പ് കടയാണല്ലോ, പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലേ. ഓ കണക്കാ. മദർ ബോർഡാണത്, മെയിൻ ബോർഡ്. നോ മണി പോക്കറ്റ് എടാ. എൻ്റെ പൊന്നിടാവേ എനിക്കിപ്പോ ആ അയ്യോ എല്ലാം പോയേ. ഇവിടെ പബ്ബുണ്ട് കേട്ടോ, അവിടെ പബ്ബിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നതാണ്. എവിടെ ഇനി ATM അവിടെ നമ്മപ്പോ വന്ന വഴി ATM. ഷോർട്ട് കട്ട് ഉണ്ട്, മാറിക്കപ്പെടുമ്പോളെ. ഇൻസഫിഷ്യന്റ് ഫണ്ടാ? ഓക്കെ, എന്നാലും എൻ്റെ PC എന്താ മിസ്സിങ് ആയിട്ടുള്ളത്? ഓൺലൈനിൽ നിന്ന് തന്നെ സാധനം നോക്കിയാൽ മതിയായിരുന്നു. വെറുതെ പണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഊരി വെച്ച് പഴയ സിസ്റ്റം എടുത്തിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഓടായാൽ മതിയായിരുന്നു, ശരിയായാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ. ഇതെന്തര്? ഇത് ഫിസ് കാർഡാന്ന് തോന്നണം.
ഇത് ഇപ്പം എടുക്കാം. ഓക്കെ, അതെടുത്ത് അവിടെ ഇത് വാങ്ങി ഞാൻ. അത് ശരി. ആ ഓക്കെ, ഇത് മതി. പോയി ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. കയ്യിൽ ഞാൻ 5-ന്റെ പൈസ അല്ല കേട്ടാ, ഫുൾ തീർന്ന്. ലോൺ കൊടുത്ത്, ലോണിൻ്റെ ബില്ല് നാളെ മുതൽ വന്നു തുടങ്ങും. അത് ഞാൻ എന്തിട്ട് ചെയ്യണോ? യോ പോലീസ്. കോണി കയറി ഒരു വിധ ഒന്ന്. ഇവിടെ കാറ്റോ ഇല്ല. HDD അവിടെ അതിൻ്റെ ഉള്ള സെയിം സാധനം. മദർ ബോർഡ്, സോക്കറ്റ് LG3. അടുത്തത് മുഞ്ചി. സ്റ്റാർട്ട് ചെയ്യാൻ കാണിക്കുന്നില്ല, അതാണൊരു പ്രശ്നം ഇപ്പോൾ. ഇതെന്തൊരു സാധനം? ഇതല്ലേ ഇപ്പോൾ വാങ്ങിക്കൊടുത്തിട്ട് അത് മുഞ്ചി, അത് പോയപ്പോൾ Core i7 തന്നെ ഇരിക്കട്ടെ. ഇതിന്റെ സോക്കറ്റ് എവിടെ? AM4 സോക്കറ്റ്. ഓ AM4 വാങ്ങിക്കണം. AM4 മദർ ബോർഡ് AM4 ഏതൊരു മോഡൽ നോക്കി വാങ്ങിക്കണം, നല്ലതെന്ന് തോന്നണം. റാമും വേണം. പക്ഷെ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ. അല്ലെങ്കിൽ വന്നേ ഞാനേ ചെറിയ കമ്പാനിറ്റ് യൂസ് ചെയ്തോണ്ട്. നീ ഒന്നും ഇവിടെ ഇരിക്കണ്ട കേട്ടാ. എവിടെ എൻ്റെ മറ്റേ ക്യാബിനറ്റ്? വന്ന നീ അവിടെ അവിടെ എനിക്ക് അതാണ് നീ. അതായത് ആ സാധനം അവിടെ ഓൾറെഡി ഇരുന്നിരുന്ന് ഫിറ്റായ പോലെ ഇരുന്നിരുന്ന്, അതുകൊണ്ടാവോ ഇനി? അല്ല, ടേബിൾ പ്രശ്നമാണ്. നോക്കട്ടെ ഇനി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് അത് വരേണ്ടതാ. അതുമല്ല, വല്ല സ്റ്റാർട്ടായി. ഇപ്പൊ എങ്ങനെ സ്റ്റാർട്ടായി? എടാ കൊടുത്തം കേട്ടോ, നീ ഇരുന്നപ്പോ പ്രശ്നമോ? ഓക്കെ, വേണ്ട, നമ്മളൊന്നും വേണ്ട ഇനി. ഓക്കെ, അപ്പം അത് സെറ്റപ്പായി. അടച്ചു അട റൂമേ. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാ കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ഇതാ വരുന്നത്. അപ്പം ഇനി ഗെയിമിംഗ് ചെയർ വാങ്ങിക്കണം. ഇതും നമുക്ക് സെറ്റ് ചെയ്യാം, ഡിസൈൻ കുറച്ച് സാധനങ്ങൾ. അതടുത്ത് എന്തോ ഇപ്പം സെറ്റ്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിക്കാം. ഫുൾ സ്ക്രീൻ കേട്ടാ, സെറ്റപ്പായി, പഴയ സെറ്റപ്പായി നമ്മള്. അപ്പം അടുത്തതിൽ നമുക്ക് സിഫ കളിക്കാം, അല്ലെങ്കിൽ ജോബ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ അത് സെറ്റപ്പായി. എവിടെ ഇപ്പം നെറ്റൊക്കെ സ്പീഡായി. കയ്യിൽ $16 ഉണ്ട്. ഒന്ന് ലൈവ് ഇട്ട് നോക്കട്ടെ. ഇവിടെ എത്ര? 180p 144 FPS അല്ലത്, 60 FPS. 7000 ബിറ്റ് റേറ്റ്. സ്റ്റാർട്ട് സ്ട്രീം. ഇനി ഡ്രോപ്പ് വരണോ? എനിക്കത് അറിയേണ്ടത്. സ്റ്റീം. നമുക്ക് കൗണ്ടർ സ്ട്രൈക്ക് ഒരു കളി കളിച്ചിട്ട് നമുക്ക് നിർത്താം വീഡിയോ. തുടങ്ങിയൊക്കെ തന്നെ ഡൊണേഷൻ. സ്റ്റാർട്ട് റാങ്ക്ഡ്. റാങ്ക്ഡ് ആയിക്കോട്ടെ, കുഴപ്പമില്ല.
ഒരു പരസ്യം എടുത്തിട്ട് കൊടുക്കട്ടെ. $29 ഡൊണേഷൻ. ഞാൻ ഇപ്പോൾ എനിക്ക് വിഷയം കളിയാ. ഞാൻ ഒരു ദിവസം മറ്റേ 60 കിട്ടി. എത്ര FPS കിട്ടണോ ഗെയിം? ഓളാ മക്കളെ, ഞാൻ രക്ഷിക്കും നിങ്ങളെപ്പാ. പിന്നെ പിടിച്ചോ. ടപ്പേടാ 28 FPS. നമ്മളെ മറ്റേ PC-യിൽ 60 FPS കിട്ടിയിരുന്നില്ല നമുക്ക്. അവിടെ ഇനിമി. ആ കഴപ്പങ്ങ് തീർന്ന്. അടി ഇവനെ കൊല്ല്. അവനെ കൊന്ന്. അത്രേ ഉള്ളൂ അവനടുത്ത്. ഇവിടെ അവനടി അടിച്ചടിച്ച് മറ്റവനെ അടിച്ചു ചേട്ടാ. എടോ അവൻ കൊള്ളാം. അടുത്ത വിക്കെടുത്ത് ഇവനും കൂടെ എടുത്ത കളി. അത്രേ ഉള്ളൂ അടിച്ചവൻ. ഇനി തോക്കില്ലാത്തോണ്ടാണ് നേരത്തെ കളി ചത്തത്. അത് വാങ്ങി. അവിടെ എന്തെന്റെ തോക്ക് വരാത്ത? 2700 ഇല്ല എൻ്റെ കയ്യില്. ഇതെടുക്കാം. അയ്യോ എനിക്കല്ലേ അടിയായിരുന്നു. എവിടെ ഇവന്മാരൊക്കെ ഇവിടെ പോയി? എനിക്ക് ഡൊണേഷൻ വരുന്നുണ്ട് കേട്ടോ കൊറേ. ഒത്തോട് വരുന്നുണ്ട് കൊറേ. എവിടാ അവന്മാര്? എടാ കളി കഴിഞ്ഞടാ. ഞാൻ എന്തിനാ കളിക്കുന്ന ഇപ്പോ? FPS കിട്ടിയപ്പോ ഇവന്മാര് പുഷ്യാൻ കളിപ്പോ. അല്ലെങ്കിൽ ഒക്കെ ഫസ്റ്റ് ചെയ്യാവും, എന്നിട്ട് ഞാൻ മാത്രം ഒറ്റക്ക് ഇരുന്ന് ചാവും. ഓടിക്കോ. കൊന്നനെ അവന്മാരിന്. എടാ താഴത്തിലടാ നീ എന്തിനാ? വീണ്ടും ചത്തടാ ഞാന്. കളിപ്പോ അവന്മാര് ചെയ്യിപ്പിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പേടില്ല, അവന്മാര് വിഷയം കളിയാ. ഒളിച്ചിക്കണ്ട് കയറി അടിയാടാ വേണ്ടേ. അങ്ങനെ തന്നെ പോ. ചത്തോട്ടാ. അടി ഇതോ. ചെല്ലി ഒരാളും കൂടെ. അത്രേ ഉള്ളു. കളി ജയിച്ചു. ഈസി. ഇനിയില്ല. തുത്തരൊന്നും വായിക്കട്ടെ. കൊറേ ഉണ്ട് കേട്ടാ. കൊറേ ഡൊണേഷൻ കിട്ടി എനിക്ക്. നമുക്ക് ഇതിന്റെ ടൂർണമെന്റ് ഉണ്ട്. എനിക്ക് ലെവല് കൂട്ടണം. ലെവല് കൂട്ടിയാലേ എനിക്ക് ടൂർണമെന്റിന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ വന്നപ്പോ എന്തൊരു സ്റ്റാമിന തീരാത്ത. മറ്റൊരു കളി കളിക്കുമ്പോ സ്റ്റാമിന ഒക്കെ തീരാറുണ്ട് കേട്ടാ. ഇവിടെ വ്യൂസ് കുറവാണല്ല. എൻ്റെ കുറെ ബിറ്റ് കോയിൻ ഉണ്ട്. ബിറ്റ് കോയിൻ വില കൂടിക്കഴിഞ്ഞാൽ പിന്നെ റിച്ച് ആണ്. ക്ലോസ് ദ സ്ട്രീം. ഹാക്കർ ഫുണ്ടാ. ഹാക്കർ മാറി വന്ന്. RYFP എന്തായിരുന്നു? ഓക്കെ, അപ്പം അത് തീരുമാനമായി. തൊത്തോടു നോക്കി കഴിഞ്ഞ് ലൈവൊക്കെ എൻ്റെ ചെയ്ത് ഇപ്പോൾ തൊത്തോടു ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു. ബാങ്കിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അയ്യോ ആ കാശും കൊണ്ട് എടുക്കായിരുന്നു. എത്ര ഉണ്ടത്? 546. ഓക്കെ, ഇപ്പോൾ ബാങ്ക് എവിടെ? ട്രാൻസ്ഫർ ഓൾ എമൗണ്ട് ടു കാർഡ്. ഓക്കെ $597 എൻ്റെ കയ്യിൽ. അത് കുഴപ്പമില്ല. ഇത് വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും. 2 ദിവസത്തിനുള്ളിൽ വരും. 15,000 വരും. അതുകൊണ്ട് കുഴപ്പമില്ല. എണ്ണവോ കാശ് കയറുമോ? 208 കയറും നോക്കണം. കയറി $16,000.
ഈസി. ക്രിപ്റ്റോ ഉണ്ടോ? ക്രിപ്റ്റിൻ്റെ ഒരു 6300 കോയിൻസ് ഉണ്ട്, അല്ല 6 കോയിൻസ് ഉണ്ട്, 6 ബിറ്റ് കോയിൻ ഉണ്ട്. 1800 ഒരു ബിറ്റ് കോയിൻ്റെ വില. അതെന്താ കൂടാതെ നോക്കണം? പണ്ടൊക്കെ 16,000 എത്തിയിരുന്നേ, ഇപ്പോൾ കൂടുന്നില്ല സാധനം. അപ്പോൾ ഗൈസ് ഇതാണ് അപ്പം എൻ്റെ പുതിയ സെറ്റപ്പ്. അപ്പോൾ ഞാൻ ലൈവ് എൻഡ് ചെയ്യുവാണ്. നമുക്കത് അല്ല ലൈവ് എന്നല്ല ഞാൻ എപ്പോഴും പറയുന്നത്, ഇതിലത്തെ ലൈവ് എൻഡ് ചെയ്ത് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് സിഫ ഡൗൺലോഡ് ചെയ്ത് കളിക്കണം, അല്ലെങ്കിൽ ജോബിന് പോകാം, അല്ലെങ്കിൽ പെറ്റിനെ എനിക്ക് എന്തിനൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് ആലോചിച്ചിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.